എനിക്ക് ഇങ്ങനെ കാലിന്റെ വേദന, മുട്ടുവേദനയാണ്. മുട്ട് കൂയുന്നില്ല. ഇങ്ങനെ മടക്കാനൊന്നും പറ്റില്ല. ഇരുന്നെഴുന്നേൽക്കാനും പറ്റുന്നില്ല. അവരിങ്ങനെ പിടിച്ചിട്ടൊക്കെ ആണെങ്കിൽ എഴുന്നേൽക്കാം. ഒരു 5-8 വർഷത്തിൽ കൂടുതലായി. അതിനിടയ്ക്ക് ഞാൻ കുറേ മരുന്നുകളൊക്കെ കഴിച്ചു. പിടിച്ചാണ് വന്നത്. മോളിങ്ങനെ പിടിച്ച് എനിക്ക് കൈ പിടിക്കാണ്ട് എനിക്ക് എഴുന്നേക്കാം. ഇങ്ങനെ എഴുന്നേൽക്കുകയും ചെയ്യാം, ഇരിക്കുകയും ചെയ്യും. നേരത്തെ എന്ന് വെച്ചാൽ എനിക്ക് കൈ ഇങ്ങനെ കുത്തിയിട്ട് വേണം, എവിടെയെങ്കിലും ഒന്ന് പിടിച്ചിട്ട് വേണം എഴുന്നേൽക്കാനായിട്ടൊക്കെ. അതൊന്നും വേണ്ട, സ്വയം എനിക്ക് എഴുന്നേൽക്കാം. നല്ല വ്യത്യാസം തോന്നുന്നു എനിക്ക്. എനിക്കിപ്പോൾ ശരിക്കും ഇങ്ങനെ നടക്കാം, എല്ലാവരും നടക്കണ പോലെ എനിക്ക് നടക്കാം. നേരത്തെ എനിക്ക് അങ്ങനെ നടക്കാൻ പറ്റില്ല. ഞാൻ ആടിയൊക്കെ ആയിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് നല്ലോണം നടക്കാം. ഇങ്ങനെ ഒരു വശം ഇങ്ങനെ നല്ലോണം ചരിഞ്ഞ് ഇങ്ങനെ ആടിയാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. എന്നെ എല്ലാവരും കളിയാക്കണേയിരുന്നതാണ്. ആടി പിന്നെ അത് തന്നെയല്ല, എൻ്റെ മോൾ എന്നെ പിടിച്ച് അങ്ങനെയാണ് ഞാൻ വന്നത്. ഇങ്ങോട്ട് കയറിയത് അങ്ങനെ. എനിക്കൊന്നും സ്റ്റെപ്പൊന്നും കയറാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനെ എന്തിനാണെങ്കിലും ഒരു ബസ്സിൽ പോലും കയറാറില്ല. ഞാൻ ബസ്സിൽ കയറിയിട്ട് കുറേ വർഷങ്ങളായി. വരുമ്പോൾ എനിക്ക് ഇത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ നല്ലോണം എല്ലാവരും നടക്കണ പോലെ ഒന്ന് നല്ലോണം നടക്കണമെന്നായിരുന്നു എനിക്കതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം വേറെ ഒന്നുമില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാത്തിനും ഒരാളിൻ്റെ പരസഹായം വേണ്ടേ. ഇപ്പം എനിക്ക് 90% ഉണ്ട്. ഒരു 10% ഉള്ളൂ. പക്ഷെ എനിക്കിപ്പോൾ വിശ്വാസമായി ഇവിടെ തന്നെ വരണമെന്നുള്ളത്. എല്ലാവരോടും ഞാൻ പറയണതുണ്ടല്ലോ, ഇവിടെ വന്ന് നിങ്ങൾ ചികിത്സിക്കുക. മുട്ടുവേദനയുള്ള എല്ലാവരോടും, പ്രായമൊന്നും തന്നെയല്ല, ഇപ്പൊ എല്ലാവർക്കും മുട്ടുവേദന ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരോടും ഇവിടെ വരാൻ പറയാ. അനുഭവത്തിൽ ഞാനിവിടെ വന്നത് ഇങ്ങനെ പിടിച്ചാണ് വന്നത്. ഇതിപ്പോ എനിക്ക് സ്വയം ആരുടെയും പരാശ്രയം ഇല്ലാണ്ട് സ്വന്തമായിട്ട് എനിക്ക് നടക്കാം. എനിക്കത് ബസ്സിൽ കയറിയാൽ മതി. ഞാൻ ബസ്സിൽ കയറിയിട്ട് എത്ര നാളായിന്നറിയോ എൻ്റെ മക്കൾ എന്നെ കൊണ്ടുപോകാൻ. ഇപ്പോഴും എൻ്റെ മോൾ എന്നോട് പറഞ്ഞതാണ്, അമ്മ എനിക്ക് ബസ്സിൽ ഇളയാളുടെ അടുത്ത് പോയിട്ട് വർഷങ്ങളായി. എത്ര വർഷമായിന്നറിയാമോ. ഇവിടെ വന്നപ്പോൾ ഇപ്പൊ എനിക്ക് വിശ്വാസമായി. കാരണം ഇപ്പോഴും ഇവിടെ വന്നപ്പോഴും എൻ്റെ പ്രാർത്ഥന, ദൈവമേ എനിക്ക് സ്വന്തമായിട്ട് എനിക്കൊന്ന് നടക്കണം. ആരുടെയും പിള്ളേരുണ്ട്, രണ്ടുപേരുടെയും ഇങ്ങനെ കല്യാണം കഴിഞ്ഞു പോയി. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആരെയും ആശ്രയിക്കാണ്ട് എനിക്ക് നടക്കണം.